Welcome back to my channel English Grammar Teaching and Learning. In the last class, we learned about the functions of will and would. Today, we will study the functions of shall and should. Shall is generally used, first one, in order to indicate futurity or future symbol. ഷാൽ സാധാരണ ഫ്യൂച്ചറിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചർ സിമ്പിളിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ദെൻ ദാറ്റ് ഷോസ് ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി. ഡ്യൂട്ടിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു, റെസ്പോൺസിബിലിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു, ഒബ്ലിഗേഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്നേവിലബിലിറ്റി, ഒഴിച്ചുകൂടാനാവാത്ത വസ്തുതകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ആണ് ഷാലിന് ഉള്ളത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഫ്യൂച്ചറിറ്റി, ഫങ്ഷൻസ് ഓഫ് ഷാൽ. ഫസ്റ്റ് വൺ ഫ്യൂച്ചറിറ്റി. ഫ്യൂച്ചറിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ ഐ ഷാൽ അറ്റൻഡ് ദി മീറ്റിംഗ് ടുമോറോ. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഐ ഷാൽ അറ്റൻഡ് ദി മീറ്റിംഗ് ടുമോറോ. നാളെ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കും. നാളെ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കും. എങ്ങനെയാണ് പറയുന്നത്? ഐ ഷാൽ അറ്റൻഡ് ദി മീറ്റിംഗ് ടുമോറോ. നാളെ ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കും. ഇനി ഐ ഷാലിന് പകരം ഐ വിൽ ഉപയോഗിച്ച് നമുക്ക് പറയാം. ഒരു ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. വ്യത്യാസം ഇതാണ്, ഇംഗ്ലീഷുകാർ ഫോമലായിട്ട് ഷാൽ ഉപയോഗിക്കുമ്പോൾ അമേരിക്കക്കാർ വിൽ ഉപയോഗിക്കുന്നു ആ സ്ഥാനത്ത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. രണ്ടിൻ്റെ മീനിങ് ഐ ഷാൽ അറ്റൻഡ് ദി മീറ്റിംഗ് ടുമോറോ, ഐ വിൽ അറ്റൻഡ് ദി മീറ്റിംഗ് ടുമോറോ. നാളെ മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്യും. സെക്കൻഡ് വൺ, ഒബ്ലിഗേഷൻ, ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി. ഒബ്ലിഗേഷനെ കാണിക്കാൻ, ഡ്യൂട്ടിയെ കാണിക്കാൻ, റെസ്പോൺസിബിലിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മുടെ കർത്തവ്യത്തെയോ അല്ലെങ്കിൽ കടമയെയോ ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഷാൽ അപ്ലൈ ചെയ്യുന്നു. You shall complete the project by Friday. You shall complete the project by Friday. അപ്പോൾ വെള്ളിയാഴ്ചയോടുകൂടി നിങ്ങളുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതാണ് നിങ്ങൾ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ചയോടുകൂടി നിങ്ങളുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ദി ടെനൻസ് ഷാൽ പേ റെന്റ് ഓൺ ദി ഫസ്റ്റ് ഓഫ് എവരി മന്ത്. ദി ടെനൻസ് ഷാൽ പേ ദി റെന്റ് ഓൺ എവരി ഫസ്റ്റ് ഓഫ് ദി മന്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ആദ്യ ദിവസം 1-ാം തീയതി തന്നെ വാടകക്കാർ വാടക നൽകണം. അപ്പോൾ അതാണ് ദി ടെനൻസ് ഷാൽ പേ റെന്റ് ഓൺ ദി ഫസ്റ്റ് ഓഫ് എവരി മന്ത്. നൽകുക എന്നുള്ളതാണ് ഒരു കടമയാണ്. അപ്പോൾ ഒബ്ലിഗേഷനെ, ഡ്യൂട്ടിയെ, റെസ്പോൺസിബിലിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച രണ്ട് സെൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ദെൻ പ്രോമിസ് ഓർ ഇൻറ്റൻഷൻ, ഒരു വാഗ്ദാനം കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുക. അപ്പോഴും നമ്മൾ ഷാൽ ഉപയോഗിക്കുന്നു. ഐ ഷാൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. ഐ ഷാൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. നിന്റെ ഹോംവർക്കിൽ ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ ഞാൻ നിന്നെ സഹായിക്കും ഒരു പ്രോമിസ് ആവാം, അല്ലെങ്കിൽ എന്താ ഒരു ഇൻറ്റൻഷൻ, ഒരു ആഗ്രഹം. അമ്മ മകനോട് പറയുന്നു, ഐ ഷാൽ ഹെൽപ്പ് യു ഇൻ യുവർ ഹോംവർക്ക്. ഐ ഷാൽ ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക് എന്ന് പറയുന്നു. അല്ലെങ്കിൽ യു ഷാൽ ഹാവ് മൈ ഫുൾ സപ്പോർട്ട്. യു ഷാൽ ഹാവ് മൈ ഫുൾ സപ്പോർട്ട്. എൻ്റെ പൂർണ്ണമായ സഹായം നിനക്കുണ്ടാകും. യു ഷാൽ ഹാവ് മൈ ഫുൾ സപ്പോർട്ട്. എൻ്റെ പൂർണ്ണമായ സഹായം നിനക്കുണ്ടാകും. അതാണ് എന്തിനെ പ്രോമിസിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇൻറ്റൻഷനെ സൂചിപ്പിക്കുന്നു. ദെൻ റെക്കമെൻഡേഷൻ, ഒന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ യു ഷാൽ ട്രൈ ദിസ് ന്യൂ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ ഈ പുതിയ റെസ്റ്റോറൻ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എന്നൊരു റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്. യു ഷാൽ ട്രൈ ദിസ് ന്യൂ റെസ്റ്റോറൻറ്റ്. ദെൻ ഫോമൽ ഓർ പൊളൈറ്റ് ലാംഗ്വേജ്. ഫോമലായിട്ട് അല്ലെങ്കിൽ പൊളൈറ്റ് ലാംഗ്വേജിൽ നമ്മൾ ഫോമൽ എന്ന് പറയുമ്പോൾ ഫോമൽ ലെറ്റർ. യു ഷാൽ ബി ഇൻഫോംഡ് അബൌട്ട് ദി ഡിസിഷൻ സൂൺ. യു ഷാൽ ബി ഇൻഫോംഡ് ദി ഡിസിഷൻ അബൌട്ട് ദി ഡിസിഷൻ സൂൺ. പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള തീരുമാനം നിങ്ങളെ
അറിയിക്കും. അപ്പോൾ യു ഷാൽ ബി ഇൻഫോംഡ് അബൌട്ട് ദി ഡിസിഷൻ സൂൺ. പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ചുള്ള തീരുമാനം നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതൊരു ഫോമൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ ലെറ്റർ നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ അയച്ച് കാത്തിരിക്കുന്ന കുട്ടി അന്വേഷിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു മറുപടി കിട്ടി. അതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ ആ കത്ത് എങ്ങനെയായിരിക്കും? യു ഷാൽ ബി ഇൻഫോംഡ് അബൌട്ട് ദി ഡിസിഷൻ സൂൺ. അപ്പോൾ അവിടെ ഫോമലായിട്ട് അല്ലെങ്കിൽ പൊളൈറ്റ് ലാംഗ്വേജിൽ അത് ഇങ്ങനെ പറയും. ഇനി ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ വേണ്ടി എന്തുപയോഗിക്കുന്നു? ഷാൽ ഉപയോഗിക്കുന്നു. ഐ ഷാൽ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് നെക്സ്റ്റ് വീക്ക്. ഐ ഷാൽ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സന്ദർശിക്കും. അപ്പോൾ അവിടെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ, സന്ദർശിക്കും അടുത്ത ആഴ്ച. അപ്പോൾ ആ ഫ്യൂച്ചർ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഷാൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മേക്കിംഗ് സജഷൻസ് ഓർ ഓഫർ, ഒരു നിർദ്ദേശം വെക്കുക അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കുക. ഷാൽ വി ഗോ ഫോർ എ വാക്ക്. ഷാൽ വി ഗോ ഫോർ എ വാക്ക്. നമുക്കൊന്ന് നടക്കാൻ പോയാലോ? ഷാൽ വി ഗോ ഫോർ എ വാക്ക്. ഷാൽ വി ഗോ ഫോർ എ പിക്നിക്. ഷാൽ വി ഗോ ഫോർ മൂവീസ്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ആയാലോ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ ഈ രീതിയിലാണ്. ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഷാലിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിലും ഷാൽ വി ഗോ ഫോർ എ വാക്ക് ഓർ പിക്നിക് ഓർ മൂവീസ്. അപ്പോൾ അവിടെ മേക്കിംഗ് സജഷൻസ് ഓർ ഓഫറിന് വേണ്ടിയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ എക്സ്പ്രസിങ് ഇന്നേവിറ്റബിലിറ്റി, ഒഴിച്ചുകൂടാനാവാത്ത വസ്തുതകളെ സൂചിപ്പിക്കുമ്പോഴും നമ്മൾ ഇന്നേവിറ്റബിലിറ്റി. ജസ്റ്റിസ് ഷാൽ പ്രിവൈൽ, നീതി എപ്പോഴും ജയിക്കും, അത് നിലനിൽക്കും. നീതി എപ്പോഴും ജയിക്കും. വി ഷാൽ മീറ്റ് അറ്റ് ദി പാർക്ക്, നമ്മൾ പാർക്കിൽ മീറ്റ് ചെയ്യും. അപ്പം മീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്, അതുകൊണ്ട് വി ഷാൽ മീറ്റ് അറ്റ് ദി പാർക്ക് എന്ന് പറയുന്നു. ഇനി ഷാൽ ഐ ഓപ്പൺ ദി വിൻഡോ, ഞാൻ ജനൽ ഒന്ന് തുറക്കട്ടെ. അപ്പോൾ തുറക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ജസ്റ്റിസ് ഷാൽ പ്രിവെയിൽ, ദെൻ വി ഷാൽ മീറ്റ് അറ്റ് ദി പാർക്ക്, ഷാൽ ഐ ഓപ്പൺ ദി വിൻഡോ. ഇതൊക്കെ ഇതിനെ സൂചിപ്പിക്കുകയാണ് എക്സ്പ്രസിങ് ഇന്നേവിറ്റബിലിറ്റി അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാത്ത വസ്തുതകളെ കുറിച്ച്. സോ ദീസ് ആർ സം ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ഷാൽ. ഫ്യൂച്ചറിറ്റി, ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി, പ്രോമിസ് ഓർ ഇന്റൻഷൻ, റെക്കമെൻഡേഷൻ, formal or polite language, future action, making suggestions or offer, expressing inevitability. These are the ഇനി ഒന്ന് രണ്ട് ഫംഗ്ഷനുകളുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ ഫംഗ്ഷനായിട്ട് പഠിക്കുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഓർ കമാൻഡ്സ്. ഇൻസ്ട്രക്ഷൻസിനെയോ കമാൻഡ്സിനെയോ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റുഡൻസ് ഷാൽ സബ്മിറ്റ് ദെയർ അസൈൻമെന്റ്സ് ബൈ the end of the week. അപ്പോൾ സ്റ്റുഡൻസ് ഷാൽ സബ്മിറ്റ് ദെയർ അസൈൻമെന്റ്സ്. വിദ്യാർത്ഥികൾ അവരുടെ അസൈൻമെന്റ്സ് എന്ത് ചെയ്യണം? ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യണം. ദെൻ കമാൻഡ്, യു ഷാൽ ഗോ അറ്റ് വൺസ്. കമാൻഡ്, യു ഷാൽ ഗോ അറ്റ് വൺസ്, നീ ഉടനെ പോകണം. യു വിൽ ഹാവ് ടു ഗോ അറ്റ് വൺസ്. ഇതിനെ വില്ല് ചേർത്ത് നമുക്ക്, അതാണ് വില്ലും ഷാലും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ്. യു വിൽ ഹാവ് ടു ഗോ അറ്റ് വൺസ്, വില്ല് ചേർക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. യു വിൽ ഹാവ് ടു ഗോ അറ്റ് വൺസ്, നിങ്ങൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ യു മസ്റ്റ് ഗോ അറ്റ് വൺസ്, നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയും പറയാം, യു മസ്റ്റ് ഗോ അറ്റ് വൺസ്, നിങ്ങൾ തീർച്ചയായും പോകണം. ഇനി ഇപ്പോൾ ഇത് തേർഡ് പേഴ്സണെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹി ഷാൽ ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് പേഴ്സൺ ആണ് അപ്ലൈ ചെയ്തത്, ഇവിടെ തേർഡ് പേഴ്സൺ. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിവയുടെ കൂടെ ഒക്കെ നമുക്ക് ഷാൽ അപ്ലൈ ചെയ്യാം. അവിടെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദി സ്പീക്കർ, INB. സെക്കൻഡ് പേഴ്സൺ യു, ലിസണർ. തേർഡ് പേഴ്സൺ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഹൂം, ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മൂന്നാമത് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സണോട് ആരെക്കുറിച്ചാണോ പറയുന്നത് അതാണ് തേർഡ് പേഴ്സൺ. അത് ഹി, ഷീ, ഇറ്റ്, ദേ. ഓക്കെ. അപ്പോൾ ഇവിടെ ഹി ഷാൽ ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്, അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചു വിടും. അത് വില്ല് ചേർത്താലോ? ഐ വിൽ സീ ദാറ്റ് ഹി ഈസ് ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. കാണാം, അയാളെ സർവീസിൽ നിന്ന് പിരിച്ചു വിടും, അത് കാണാം. ഇനി യു ഷാൽ ഒബേ മീ, നിങ്ങൾ എന്നെ അനുസരിക്കണം.
യു വിൽ ഹാവ് ടു ഒബേ മീ, നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഐ വിൽ സീ ദാറ്റ് യു ഒബേ മീ. ഇങ്ങനെ ഈ രണ്ട് രീതിയിലും വിൽ ഉപയോഗിച്ചു ഇതിനെ എക്സ്പ്രസ് ചെയ്യാം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കമാൻഡ് യു ഷാൽ ഗോ അറ്റ് വൺസ്, യു വിൽ ഹാവ് ടു ഗോ അറ്റ് വൺസ്, യു മസ്റ്റ് ഗോ അറ്റ് വൺസ്. He shall be dismissed from service. I will see that he is dismissed from service. You shall obey me. You will have to obey me. I will see that you obey me. ഇങ്ങനെ ഈ രണ്ട് രീതിയിലും വില്ല് ചേർത്തിട്ട് ഷാലിന് പകരം സെന്റൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസ് നമ്മൾ പറയുമ്പോൾ ഷാൽ ഐ ബൈ എ സ്കൂട്ടർ, ഞാനൊരു സ്കൂട്ടർ വാങ്ങട്ടെ. ഷാൽ ഐ ബൈ എ സ്കൂട്ടർ, ഞാനൊരു സ്കൂട്ടർ വാങ്ങട്ടെ. ഷാൽ വി വിസിറ്റ് അജന്ത ആൻഡ് എല്ലോറ, അജന്ത എല്ലോറ ഒന്ന് സന്ദർശിച്ചാലോ? അതാ ഷാൽ വി വിസിറ്റ്, നമുക്ക് അജന്ത എല്ലോറ ഒന്ന് സന്ദർശിച്ചാലോ. നെക്സ്റ്റ് വി വിൽ സ്റ്റഡി ദി ഫങ്ഷൻസ് ഓഫ് ഷുഡ്. ഷുഡിന്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ഷുഡ്. ഫസ്റ്റ് വൺ, ഷാൽ ഈസ് ദി പാസ്റ്റ് ഫോം ഓഫ് ഷാൽ. ഷുഡ് ഈസ് ദി പാസ്റ്റ് ഫോം ഓഫ് ഷാൽ. ഷാലിന്റെ പാസ്റ്റ് ഫോം ആണ് ഷുഡ്. അപ്പോൾ ഫസ്റ്റ് വൺ, റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷാലിനെ ഷുഡാക്കി ഉപയോഗിക്കുന്നു. നമുക്കറിയാമല്ലോ, വി ഹാവ് ടു കൺവേർട്ട് ദി കറസ്പോണ്ടിങ് പാസ്റ്റ് ഫോം ഓഫ് ദി ഗിവൺ വെർബ് ഇൻ റിപ്പോർട്ട് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബിന്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ഫോം പ്രസന്റ് സിമ്പിൾ ബിക്കെയും പാസ്റ്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ സിമ്പിൾ. ഇങ്ങനെ ഈ രീതിയിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ഫോമിലേക്ക് മാറുന്നു. ഈസ്, ആം, ആറ്, വാസും വേറുമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ബാക്കി വരുന്ന ഡു, ഡസ്, ഡിഡ് ആവുന്നു, വില്ല് വുഡ് ആവുന്നു, ഷാൽ ഷുഡ് ആവുന്നു, ക്യാൻ വുഡ് ആവുന്നു, മേ, മൈറ്റ്, മസ്റ്റ്, ഹാഡ് ടു. ഇതേ രീതിയിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്നു. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ, ദി ക്യാപ്റ്റൻ സെറ്റ്സ് പ്ലേയേഴ്സ് ഷാൽ അസംബിൾ അറ്റ് ദി കോളേജ് അറ്റ് 4 PM. 4 മണിക്ക് തന്നെ എന്ത് ചെയ്യണം? ക്യാപ്റ്റൻ പറഞ്ഞ എന്താ? പ്ലേയേഴ്സ് എല്ലാം 4 മണിക്ക് കോളേജിൽ കൂടണം. അപ്പോൾ ഇതിന്റെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റിയാൽ ദി ക്യാപ്റ്റൻ സെഡ് ദാറ്റ് പ്ലേയേഴ്സ് ഷുഡ് അസംബിൾ ദി കോളേജ് അറ്റ് 4 PM. 4 മണിക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ രീതിയിലേക്ക് അത് മാറും. അപ്പോൾ ഷാലിന്റെ പാസ്റ്റ് ഫോം ഇവിടെ ഷുഡ് റിപ്പോർട്ട് സ്പീച്ചിൽ ഉപയോഗിക്കുന്നു. ഇനി ഒബ്ലിഗേഷൻ ഡ്യൂട്ടി. യു ഷുഡ് ആൾവേസ് വിയർ ഹെൽമെറ്റ് വൈൽ റൈഡിങ് ബൈക്ക്. ബൈക്ക് ഓടിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും യു ഷുഡ് ആൾവേസ് വിയർ, നിങ്ങൾ എല്ലായ്പ്പോഴും ഹെൽമെറ്റ് ധരിക്കണം. ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടേ ബൈക്ക് ഓടിക്കാവൂ. അപ്പോൾ വൈൽ റൈഡിങ്, നമ്മൾ സവാരി നടത്തുമ്പോൾ, ബൈക്കിൽ സവാരി നടത്തുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കണം. യു ഷുഡ് ആൾവേസ് വിയർ ഹെൽമെറ്റ് വൈൽ റൈഡിങ് ബൈക്ക്. രണ്ടാമത്തെ, യു ഷുഡ് ടെൽ ദി ട്രൂത്ത്, നിങ്ങൾ സത്യം പറയണം. ഇവിടെ സത്യം പറയണം. അവിടെ ഷാലിന്റെ ഷുഡ് നമ്മൾ അപ്ലൈ ചെയ്തു റിപ്പോർട്ട് സ്പീച്ചിൽ. ഇനി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ യു ഷുഡ് ആൾവേസ് വിയർ ഹെൽമെറ്റ് വൈൽ റൈഡിങ് ബൈക്ക്, യു ഷുഡ് ടെൽ ദി ട്രൂത്ത്. അടുത്തത് കണ്ടീഷണൽ ക്ലാസ്. നമുക്കറിയാമല്ലോ, വി ഹാവ് 3 conditional classes: likely condition, unlikely condition and imaginary condition. Likely condition നടക്കുന്ന കാര്യമാണ്. If you study well, you will pass in the examination. If you studied well, you would pass in the examination. If you had studied well, you would have passed in the examination or should have passed in the examination. Last 2 are unlikely and imaginary. അതുപോലെ ഇവിടെ കണ്ടീഷൻ ക്ലാസ്സിൽ നമ്മൾ ഇഫ് ഹി ഷുഡ് കാൾ, അവൻ വിളിക്കുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ ടെൽ ഹിം ഐ വിൽ ബി ലേറ്റ്, ഞാൻ താമസിക്കുമെന്ന് പറയണം. അപ്പോൾ ഇഫ് ഹി ഷുഡ് കാൾ ടെൽ ഹിം ഐ വിൽ ബി ലേറ്റ്. അപ്പോൾ ഇഫ് ഹി ഷുഡ് കാൾ ടെൽ ഹിം ഐ വിൽ ബി ലേറ്റ്. വിളിക്കുകയാണെങ്കിൽ എന്ത് പറയണം? ഞാൻ ലേറ്റ് ആവും, താമസിച്ചേക്കും എന്ന് പറയണം. അതുപോലെ ഇഫ് ഐ വെയർ യു, എൻ്റെ സ്ഥാനത്ത്
നീ ആയിരുന്നുവെങ്കിൽ ആണോ? ഇഫ് ഐ വെയർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഐ ഷുഡ് അക്സെപ്റ്റ് ദിസ് പോസ്റ്റ്, ഈ പോസ്റ്റ് ഞാൻ സ്വീകരിച്ചേനെ. ഇഫ് ഐ വെയർ യു, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഐ ഷുഡ് അക്സെപ്റ്റ് ദിസ് പോസ്റ്റ്. അത് ഒരു കണ്ടീഷൻ ക്ലാസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ന ഈ കണ്ടീഷൻ ക്ലാസ് ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ എക്സ്പെക്ടേഷൻസ്, ഒരു പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ, ഉദാഹരണത്തിന് ദി ട്രെയിൻ ഷുഡ് അറൈവ് അറ്റ് 10 AM. ട്രെയിൻ 10 മണിക്ക് വരണം. ട്രെയിൻ 10 മണിക്ക് വരണം, വന്നില്ല, അപ്പോൾ പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ദി ട്രെയിൻ ഷുഡ് അറൈവ് അറ്റ് 10 AM എന്ന് പറയുന്നത്. ഇനി ഷുഡ് ഉപയോഗിക്കുന്ന മറ്റൊരു കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലെസ്റ്റിന് ശേഷം ഉപയോഗിക്കുന്ന ഏക ഓക്സിലറി വെർബാണ് എന്ത്? ഷുഡ്. ഷീ ടുക്ക് ആൻ അംബ്രല്ല ലെസ്റ്റ് ഷീ ഷുഡ് ഗെറ്റ് വെറ്റ്. അപ്പോൾ നനയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? കുട എടുക്കണം. അവിടെയും ഇഫിന് സമാനമായ അർത്ഥമാണ് അവിടെ വരുന്നത്. കുട എടുത്താൽ നനയത്തില്ല. ഷീ ടുക്ക് ആൻ അംബ്രല്ല, അവളൊരു കുട എടുത്തു. ഷീ ടുക്ക് ആൻ അംബ്രല്ല ലെസ്റ്റ് ഷീ ഷുഡ് ഗെറ്റ് വെറ്റ്. അപ്പം നനയുമോ? നനയത്തില്ല. അപ്പോൾ കുട എടുത്തിട്ടുണ്ട്, കുട എടുത്തു. അപ്പോൾ അവിടെ ലെസ്റ്റിന് പകരം അവിടെ ഉപയോഗിക്കേണ്ട ലെസ്റ്റ് വന്നാൽ ഉപയോഗിക്കുന്ന ഏക മോഡൽ ആക്സിലറി ഏതാണ്? ഷുഡാണ്. ഇനി ഷുഡ് ലൈക്ക് നമ്മൾ വുഡ് ലൈക്ക്, ഷുഡ് ലൈക്ക് എന്നൊക്കെ പറയും. അതുപോലെ ഐ ഷുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ദി വിന്നർ. നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ പൊളൈറ്റ് ആയിട്ട് പറയുന്നു. ഐ ഷുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ദി വിന്നർ. വിന്നറെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഫ്യൂ വേർഡ്സ് ടു യു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഷുഡ് ലൈക്ക് ചേർക്കാം, വുഡ് ലൈക്ക് ചേർക്കാം. അപ്പോൾ ഐ ഷുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ദി വിന്നർ. ഇനി ഷുഡിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ ഷുഡിൻ്റെ ആണ്. ഷുഡിൻ്റെ, ഷുഡ് നോട്ട്, ഷുഡിൻ്റെ. അതുപോലെ വില്ലിനോട് നോട്ട് ചേർക്കുമ്പോൾ എന്താണ് വരുന്നത്? വിൽ നോട്ട് എന്ന് പറയും, പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ വോണ്ടെന്നായിരിക്കും പറയുക. ആ 3 എക്സെപ്ഷൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഓർമ്മിക്കണം. ആം പ്ലസ് നോട്ട് ആറിൻ്റെന്നും, വിൽ പ്ലസ് നോട്ട് വോണ്ടെന്നും, ഷാൽ പ്ലസ് നോട്ട് ഷാണ്ടെന്നും. അപ്പോൾ ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഷാൽ ആൻഡ് ഷുഡ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. Okay, thank you.